ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്നൊരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കിടന്നാൽ കുറേ സമയമെടുക്കുന്നു ഉറക്കം കിട്ടാൻ. ഇനി അഥവാ ഉറങ്ങിയാൽ തന്നെ പലപ്പോഴും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഉള്ള ഉറക്കം, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു. ഉറക്കമെന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ ഭയമാണ്. കാരണം ഇന്ന് നേരാവണ്ണം ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ നാളത്തെ പകൽ എങ്ങനെ ആകുമെന്നുള്ളൊരു വല്ലാത്തൊരു ഉത്കണ്ഠ. കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ ഒരു മിഡ് ഓഫ് ദ നൈറ്റ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വരും. പിന്നെ ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെയധികം സമയമെടുക്കും. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. പലപ്പോഴും പുലർച്ചെയാണ് നല്ലൊരു ഉറക്കം കിട്ടുന്നത്. അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുമില്ല, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്. പക്ഷേ പകൽ മുഴുവൻ ഒരു വല്ലാത്തൊരു ഉറക്ക ക്ഷീണം. ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഓണായി വരാനായിട്ട്, ഒരു നല്ലൊരു തുടക്കം കിട്ടാനായിട്ട് വളരെയധികം സമയമെടുക്കും. ഇതിനെ വിളിക്കുന്നത് സ്ലീപ്പ് ഇനേർഷ്യ എന്നാണ്. ഉറക്കം എന്ന വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് അറിയാൻ സാധിക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നാം എന്തിനാണ് ഉറങ്ങുന്നത്? നാം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ കാരണം വിശക്കുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് വിശക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ് നമുക്ക് എന്തുകൊണ്ട് ഉറക്കം വരുന്നു. കാരണം ഉറക്കം വരുന്നത് കൊണ്ടല്ല നമ്മൾ ഉറങ്ങുന്നത്. ഉറക്കം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തി ഡോക്ടർ മാത്യു വാക്കറാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെയും ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്. 2017 അദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ളൊരു മനോഹരമായ ബുക്കാണ് വൈ വി സ്ലീപ്പ് എന്നുള്ളത്. ഒരുപക്ഷെ ബുക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഉറങ്ങുന്ന ആ ഒരു 6, 7, 8 മണിക്കൂർ പല ഘട്ടങ്ങളിൽ കൂടെയാണ് ഉറക്കം കടന്നു പോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉറങ്ങുന്നു എന്ന് കരുതുമെങ്കിൽ പോലും അതിൽ കുറച്ച് സമയം നമ്മൾ അവേക്ക് ആയിരിക്കും. അപ്പോൾ ഒരു അവേക്ക് പീരീഡ് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് സ്ലീപ്പിൻ്റെ പീരീഡ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ഫേസ് ഉണ്ട്. ഒന്ന് ഡീപ്പ് സ്ലീപ്പ്, ഗാഠനിദ്രയും, മറ്റൊന്ന് റെം സ്ലീപ്പ്, അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഡീപ്പ് സ്ലീപ്പ് സാധാരണ സംഭവിക്കുന്നത് ഉറക്കത്തിൻ്റെ ആദ്യത്തെ പകുതിയിലാണ് അത് ശരിക്കും സംഭവിക്കേണ്ടത്. ഒരു 10 മണിക്കും 2 മണിക്കും ഇടയിൽ ഒരു 70 മുതൽ 100 മിനിറ്റോളം ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെന്നുള്ളതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, സയൻറ്റിഫിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. ഈ ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്ത് അന്നത്തെ ഒരു ദിവസത്തെ പകൽ നമ്മൾ സ്വീകരിക്കുന്ന പലതരത്തിലുള്ള മെമ്മറീസിനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻപുട്സിനെ മെമ്മറികളായി നമ്മളുടെ ബ്രെയിനിൽ സേവ് ചെയ്യുന്ന ഒരു വേർഡ് ഡോക്യുമെൻ്റ് പോലെ വളരെ മെക്കാനിക്കലായിട്ട് സേവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രധാനമായിട്ടും ഡീപ്പ് സ്ലീപ്പിൽ നടക്കുന്നത്. ഇനി എന്താണ് റെം സ്ലീപ്പ്? റെം സ്ലീപ്പിനെ ഡ്രീം സ്ലീപ്പ് എന്നും വിളിക്കാറുണ്ട്. പ്രധാനമായിട്ടും 2 പ്രവർത്തനങ്ങളാണ് റെം സ്ലീപ്പിൽ അല്ലെങ്കിൽ ഡ്രീം സ്ലീപ്പിൽ നടക്കുന്നത്. ഒന്ന് ഒരു ക്രിയേറ്റീവ് എലമെൻറ്റും ഉണ്ട്, മറ്റൊന്ന് ഒരു ഇമോഷണൽ എലമെൻറ്റും ഉണ്ട്. എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താണ് ക്രിയേറ്റീവ് എലമെൻറ്റ്? ഒരുപക്ഷെ അന്ന് നടന്ന ഇൻഫർമേഷൻസും അല്ലെങ്കിൽ മെമ്മറികളും അതിന് മുമ്പ് കിട്ടിയ ആശയങ്ങളെല്ലാം കൂടെ തന്നെ വളരെ രസകരമായ രീതിയിൽ ഒന്ന് സംയോജിപ്പിച്ച്, ഒന്ന് കൊളൈഡ് ചെയ്ത്, അതിനെയൊക്കെ തന്നെ ബുദ്ധിപരമായി സംയോജിപ്പിച്ചുകൊണ്ട് സേവ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു പീരീഡാണ് ഈ ഡ്രീം സ്ലീപ്പ്. ഇനി ഇമോഷണൽ എലമെൻ്റ് ആണെങ്കിൽ സംഭവിക്കുന്നത് അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരുപക്ഷെ ആ ദിവസം നടന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ, അതിൽ പലതും ഒരുപക്ഷെ ട്രൊമാറ്റിക് ആയിരിക്കാം, നമ്മളെ വേദനിപ്പിക്കുന്നതാവാം. ഈ ട്രൊമാറ്റിക് ആയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസുകളെയും ഹീൽ ചെയ്യുന്നത്, അതിനെ ഉണക്കിയെടുക്കുന്നത് ആക്ച്വലി ഈ ഇമോഷണൽ കമ്പോണൻ്റ് ഓഫ് റെം സ്ലീപ്പിലാണ്. പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന ഡീപ്പായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കൂർത്ത മുനകൾ പോലെയുള്ളതിനെയൊക്കെ ഒന്ന് രാഗിയെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കടുത്ത വേദനകളെയൊക്കെ ഒന്ന് ഡിവോഴ്സ് ചെയ്യുക. ഡോക്ടർ മാത്യു വാക്കർ പറയുന്ന വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനെ ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ പീൽ ചെയ്ത് കളയുക. അതിൻ്റെ വേദനകളൊക്കെ ഒന്ന് പീൽ ചെയ്ത് ഒരു ഇമോഷണൽ ഹീലിംഗ് നടക്കുന്ന പീരീഡാണ് റെം സ്ലീപ്പ്. ഒരുപക്ഷെ നമ്മളുടെ ഇമോഷൻസിനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നത് വളരെ പ്രാധാന്യത്തോടെ നടക്കുന്ന ഒന്ന് ഈ പറയുന്ന റെം സ്ലീപ്പിലാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്, പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറേയൊക്കെ ഒന്ന് മനസ്സ് ശാന്തമായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റെം സ്ലീപ്പാണ്. എന്തുകൊണ്ട് റെം സ്ലീപ്പിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്ട്രെസ്സേഴ്സിനെ
ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഹോർമോൺ നോർ അഡ്രീനലിനാണ്. നോർ അഡ്രീനലിൻ കൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഈ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അത് ഗുണകരവുമാണ്, ചില സന്ദർഭങ്ങളിൽ ദോഷമാവും. പക്ഷേ ഈ 24 മണിക്കൂറിൽ നോർ അഡ്രീനലിൻ്റെ ഇഫക്റ്റ് ഒട്ടുമില്ലാതിരിക്കുന്ന ഒരേ ഒരു സമയം REM സ്ലീപ്പ് മാത്രമാണ്. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സ്ലീപ്പിംഗ് പിൽസ് ഒരു പരിഹാരമാണ്. സ്ലീപ്പിംഗ് പിൽസ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ടൂളാണ്. അത് മെഡിക്കലി റെക്കമെൻഡ് ചെയ്യാവുന്ന, ഒരു വിദഗ്ധ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ടൂൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും സ്ലീപ്പിംഗ് പിൽസുകൾ ഉണ്ടാക്കുന്നത് ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്ലീപ്പല്ല, അതൊരു സെഡേറ്റീവ് ആയിട്ടുള്ളൊരു ഹിപ്നോസിസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ആവശ്യമാണെങ്കിൽ ഒരുപക്ഷെ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ പ്രകാരം അത് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ സ്ലീപ്പിംഗ് പിൽസ് അല്ല ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ച് ഇത്തരത്തിലുള്ള നിരവധി ഉറക്ക സംബന്ധമായ വിഷയങ്ങൾക്ക് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ എന്തായിരിക്കണം? സാധാരണ കാണുന്ന 4 ഉറക്ക സംബന്ധമായ വിഷയങ്ങളെ എങ്ങനെ ഒന്ന് പ്രാഥമികമായി നേരിടാമെന്ന് നമുക്ക് നോക്കാം. ഇതിലൊന്ന് ഗൗരവമുള്ള ഉറക്കമില്ലായ്മയാണ്, അല്ലെങ്കിൽ ഇൻസോംനിയാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഗൗരവമുള്ള ഇൻസോംനിയ ഉണ്ടെങ്കിൽ പല സമയങ്ങളായിട്ട് ഉറങ്ങാനേ കഴിയുന്നില്ല, ഉറക്കത്തിൽ ഭയങ്കര സ്കെയറി ആയിട്ടുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു തുടങ്ങിയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ചെയ്യേണ്ടത് ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളതാണ്. ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റിനോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തി അതിനെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം ടൈപ്പ് 2 ഇൻസോംനിയാണ്. അതായത് ഉറങ്ങുന്നുണ്ട്, പക്ഷേ മിഡ് ഓഫ് ദ നൈറ്റ്, ഏകദേശം മധ്യഭാഗം കഴിയുമ്പോൾ പെട്ടെന്ന് ഉണർന്നെണീക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കൂടുതലും ഇത്തരത്തിലുള്ള ഒരു ടൈപ്പ് 2 ഇൻസോംനിയ കാണുന്നത് ടൈപ്പ് A പേഴ്സണാലിറ്റിയിലാണ്. അതായത് അവർ കൂടുതലും പകൽ സമയങ്ങളിൽ ഒരുപാട് കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരായിരിക്കും, ഒരു മൾട്ടി ടാസ്കിങ് നേച്ചറുള്ള ആളായിരിക്കും. അവരെപ്പോഴും ഓവർലി സ്ട്രെസ്ഡ് ആയിരിക്കും, എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ തന്നെ ആയിരിക്കും അവരുടെ പകൽ മുഴുവൻ. ഒരുപക്ഷെ അവരത് അറിയുന്നുണ്ടാവില്ല, പക്ഷേ അവരുടെ ഒരു നേച്ചർ അങ്ങനെ, അവരുടെ പ്രകൃതം അങ്ങനെയാണ്. ഈ പകൽ സമയത്ത് നമ്മുടെ ശരീരത്തിൽ മൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൂടി വരുന്ന ഒരു മോളിക്യൂളാണ് അഡിനോസിൻ. ഈ അഡിനോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ് സ്ലീപ്പിൻ്റെ പ്രഷർ മൗണ്ട് ചെയ്യുന്നത്. ഉറക്കത്തിലേക്ക് നമ്മളെ നിർബന്ധിതരാക്കുന്നത് അഡിനോസിനാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ല, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങളുടെ സ്ലീപ്പ് പ്രഷർ നല്ല പീക്കിലെത്തി അഡിനോസിൻ്റെ ലെവൽ വളരെ കൂടുതലാണെന്നുള്ള. ഉറക്കത്തിൻ്റെ സമയത്ത് ഉറക്കം ഈ അഡിനോസിൻ്റെ ലെവലിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു, പിറ്റേ ദിവസം വീണ്ടും നമ്മൾ എണീക്കുന്നു. ഈ പറഞ്ഞ ആൾക്കാരിൽ അഡിനോസിൻ്റെ അളവ് വളരെ 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 കൂടുതലാണ്. ഒരുപക്ഷെ ഉറക്കം കൊണ്ട് തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഉറക്കത്തിനിടയ്ക്ക് അവർ എണീക്കുന്നതും പിന്നെ ഉറങ്ങാൻ കഴിയാതെ വരുന്നത്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഞാൻ പലപ്പോഴും ചെയ്യുന്ന, കാരണം എനിക്കിതുണ്ടാകാറുണ്ട്, ഞാൻ പലപ്പോഴും ചെയ്യുന്ന പരിഹാര മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അധിക സമയം ബെഡിൽ അങ്ങനെ ഉറക്കം വെയിറ്റ് ചെയ്ത് കിടക്കാതിരിക്കുക എന്നുള്ളത്. മേ ബി ഒരു 10 മിനിറ്റ്സ് അതിൻ്റെ അപ്പുറമാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉറക്കത്തിന് വേണ്ടി ബെഡിൽ കിടക്കാതിരിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്ന്, നമുക്ക് ഒരു ബെഡ് ലാമ്പിൻ്റെ സഹായത്തോടു കൂടി ബെഡ്റൂമിലുള്ള മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ വേണേൽ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഓഡിയോ ലിസൺ ചെയ്യാം. വേണമെങ്കിൽ ഒരു മെഡിറ്റേഷൻ അറിയുന്നതാണെങ്കിൽ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പലപ്പോഴും ചെയ്യുന്നത് ചാൻറ്റിങ് ആണ്. പലർക്കും പല കാര്യങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് വേണം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പല ആൾക്കാരും കാണിക്കുന്ന മണ്ടത്തരം, എന്തായാലും ഉണർന്നല്ലോ എന്നാൽ ഞാനിനി വർക്ക് ചെയ്യാൻ പോകാം എന്ന് പറഞ്ഞ് ഒരു പക്ഷേ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവും. ലാപ്ടോപ്പ് എടുത്ത് വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ച് നോക്കും, സ്ക്രീനിൽ എക്സ്പോസ്ഡ് ആവും. ചില ആൾക്കാർ ബോറടി മാറ്റാനായിട്ട് ചിലപ്പോൾ ഭക്ഷണം വരെ കഴിക്കാറുണ്ട്. ഇത് ചെയ്യാതിരിക്കുക. നമ്മളുടെ കിടക്കയെ ഉറങ്ങാനുള്ള സ്ഥലമായിട്ട് മാത്രം പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ബ്രെയിനിന് അങ്ങനെ ഒരു മെസ്സേജിങ് സിസ്റ്റം, ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനെ ബ്രേക്ക് ചെയ്യരുത്. അപ്പോൾ ഉറക്കം വരുമ്പോൾ കിടക്കേണ്ട സ്ഥലമാണ് കിടക്ക, അല്ലാതെ ഉറക്കത്തിന് വേണ്ടി കാത്തു കിടക്കുന്ന സ്ഥലമായി കിടക്കയെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഇതിൽ പലതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു ബെഡ് ടൈമും ഒരു വേക്കപ്പ് ടൈമും ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബ്രെയിനിനൊരു ക്ലോക്കുണ്ട്, ആ ക്ലോക്ക് ഒന്ന് സെറ്റ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും ഒരു കഴിയുമെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക. സ്വാഭാവികമായിട്ടും നിശ്ചിത സമയത്തിന് നമ്മൾ ഉണർന്നെണീക്കാൻ സാധിക്കും. പലപ്പോഴും പല ആൾക്കാരും
ജീവിതത്തിലെ അന്നത്തെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തീർന്നതിന് ശേഷം ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് തികച്ചും തെറ്റാണ്. ഉറങ്ങുന്നതിനൊരു ടൈമിംഗ് ഉണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ടൈമിംഗ് പാലിക്കാറില്ല. എന്തുകൊണ്ട് ഉറക്കത്തിനൊരു ടൈം ഫിക്സ് ചെയ്തുകൂടാ? ആൻഡ് വേക്കപ്പ് ടൈം ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ചെയ്തോളൂ. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് നമ്മുടെ ബ്രെയിൻ ക്ലോക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഉറക്കത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ഉറക്കം? ഉറക്കം നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ പല പല കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്നുണ്ടാവും. ഫാമിലി മാറ്റേഴ്സ്, ഒഫീഷ്യൽ മാറ്റേഴ്സ്, പല കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ഡിജിറ്റൽ പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഒരു ദിവസം തന്നെ നമ്മളുടെ ബ്രെയിനാകുന്ന കമ്പ്യൂട്ടറിൽ പല 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 വിൻഡോകൾ ഓപ്പണാണ്, തുറന്നു വെക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളത് ഒരു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ഓൾ ദ വിൻഡോസ്. അതുപോലെ ഉറങ്ങുന്ന സമയത്തും അന്ന് നമ്മൾ തുറന്നു വെച്ച എല്ലാ വിൻഡോകളും ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യണം. അതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു മെൻ്റൽ പ്രോസസ്സാണ്. പക്ഷെ കാരണം സ്ലീപ്പ് എന്ന് പറഞ്ഞതൊരു പീരീഡ് ഓഫ് കംപ്ലീറ്റ് സറണ്ടറാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് വിടുതൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്ന് അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ നടത്തണം. പലപ്പോഴും ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന ചില ടെക്നീക്സ്, ഒന്ന് ബ്രീത്തിങ് ടെക്നീക്സ് ഉണ്ട്. ഇപ്പോൾ 4-7-8 ബ്രീത്തിങ് ടെക്നീക്സ് വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യാം. ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയോ, സ്ലീപ്പ് ഡെപ്രിവേഷനോ അല്ലെങ്കിൽ ഇൻസോംനിയോ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മറ്റ് ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉറക്കത്തോടുള്ള നിങ്ങളുടെ ബഹുമാനം ഇനിയും വർദ്ധിക്കും. ഒരുപക്ഷെ നമ്മളുടെ ഉറക്കം ഒരു ദിവസം 4 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു 7-8 മണിക്കൂർ ഉറങ്ങേണ്ട മനുഷ്യൻ വെറും 4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാച്ചുറൽ കില്ലർ സെൽസ്, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നാച്ചുറൽ കില്ലർ സെൽസ്. ജസ്റ്റ് ഒരു 4 hours മാത്രം ഉറക്കം കിട്ടുകയാണെങ്കിൽ നാച്ചുറൽ കില്ലർ സെൽസിൻ്റെ പ്രൊഡക്ഷൻ 70% ഡിക്ലൈൻ ചെയ്യുന്നത്. അതുപോലെ ഒരു പക്ഷേ വെറും 4 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റോസ്റ്ററോൺ, ഒരു സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നിങ്ങൾക്കാൾ കൂടുതൽ, ഒരു 10 വയസ്സ് കൂടുതൽ ആൾക്കാരുടെ നിലവാരത്തിലൂടെ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ താഴുന്നുണ്ടാവും. അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ സംസാരിച്ച REM സ്ലീപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ഡ്രീമി സ്ലീപ്പ് കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത ഒരു ഡ്രീമി കൈൻഡ് ഓഫ് ഹാലൂസിനേഷൻ കൈൻഡ് ഓഫ് ആയിട്ടൊരു ലൈഫ് നമുക്ക് തോന്നിയേക്കാം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായൊരു ഒരു മൂവി ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. 2018 റിലീസ് ചെയ്ത സ്ലീപ്ലെസ്ലി യുവേഴ്സ് എന്നൊരു ഫിലിമാണ്. ആ ഫിലിമിൽ 2 പേര് ഒരു മത്സരബുദ്ധിയോടുകൂടി ഉറങ്ങാതിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇന്നേ വരെ എത്ര മണിക്കൂർ ഉറങ്ങാതിരിക്കാം എന്നുള്ളൊരു വിഷയത്തിൽ ഇന്നേ വരെ ഒരു മത്സരം നടത്തിയിട്ടേ ഇല്ല. കാരണം ഉറക്കം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉറക്കത്തിന് വിഘ്നമുണ്ടാക്കുന്ന ചില വില്ലന്മാരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആൽക്കഹോളാണ്. പലരും വിചാരിക്കുന്നത് 2 എണ്ണം അടിച്ചാൽ സുഖമായി കിടന്ന് ഉറങ്ങാമെന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ ചിലപ്പോൾ ഉറങ്ങുന്നത് പോലെ കിടക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വാളിറ്റി സ്ലീപ്പിലോട്ടല്ല ആൽക്കഹോൾ പോകുന്നത്. അതുകൊണ്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 to 5 hours ഉറക്കത്തിന് മുമ്പ് അത് വേണ്ടത് ആവശ്യമാണ്. പ്രായോഗികമാണോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ ശാസ്ത്രീയമാണ് എന്നെനിക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് പല ആൾക്കാരെ സംബന്ധിച്ചും കഫീനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours വൈകുന്നേരങ്ങളിൽ കോഫി കുടിക്കാതിരിക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. മറ്റൊന്ന് ഹെവി മീൽസാണ്. നല്ല ഹെവി ആയിട്ടുള്ള നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണം ഉറക്കത്തെ അത് സ്വാധീനിക്കും. കാരണം കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണം ഉയർന്ന അളവിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാത്രികളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ. അതായത് അർദ്ധരാത്രി നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ക്രാഷ് ചെയ്യും. അറിയാതെ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ഉണരും. പ്രത്യേകിച്ച് പ്രീ ഡയബറ്റീസിൻ്റെയും സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ വളരെ കോമൺ ആണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട്, വൈകുന്നേരമായിരിക്കും അവർക്ക് സമയം കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻറ്റൻസ് വർക്കൗട്ട് ചില ആൾക്കാരിലെങ്കിലും ഉയർന്ന അളവിലുണ്ടാക്കുന്ന കോർട്ടിസോൾ നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കും. അതുപോലെ ഉറക്കത്തെ സ്വാധീനിക്കുന്ന മറ്റൊന്ന് പ്രകാശവും അന്തരീക്ഷത്തിലെ ഊഷ്മാവുമാണ്. നമ്മളുടെ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്ന് ഡാർക്ക്നെസ് തന്നെയാണ്. അപ്പോൾ ലൈറ്റ്സുകൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുറച്ച് നേരത്തെ ഓഫ് ചെയ്യാം. പക്ഷേ പല ആൾക്കാരും ലൈറ്റ് ഓഫ് ചെയ്താലും ഒരു ചെറിയ സ്ക്രീനിൽ ലൈറ്റ് പലപ്പോഴും ഓണായിരിക്കും. അത് പലപ്പോഴും മൊബൈലിലെ ബ്ലൂ ലൈറ്റ്സ് ഉറക്കത്തിന് വളരെയധികം ഹാംഫുൾ ആയേക്കാം.
മിക്ക ആൾക്കാരിലും. സോ ലൈറ്റ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്യുക. മറ്റൊന്ന് ടെമ്പറേച്ചറാണ്, ഊഷ്മാവാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഭയങ്കര ചൂട് കാരണം ഉറങ്ങാനേ പറ്റിയില്ല. ചിലർ പറയാറുണ്ട് നല്ല തണുപ്പായിരുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി. ടെമ്പറേച്ചർ നമ്മുടെ ഹെൽത്തിന് ഇൻഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കുറച്ചൊരു ലോവർ ലെവൽ ഓഫ് ടെമ്പറേച്ചർ, കുറച്ച് തണുപ്പ് നമ്മുടെ ഉറക്കത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ഉറക്കത്തിന് വേണമെങ്കിൽ ചില ആൾക്കാരിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്ന് ചില സ്പെസിഫിക് ആയിട്ടുള്ള പോഷക സപ്ലിമെൻറ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ്, മെഗ്നീഷ്യം L-ത്രിയോണേറ്റ് തുടങ്ങിയുള്ള സ്ലീപ്പിനെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അശ്വഗന്ധ നമ്മുടെ കോർട്ടിസോളിൻ്റെ അളവിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ്. ഇത്തരത്തിലുള്ള ഗുണനിലവാരമുള്ള സപ്ലിമെൻറ്റുകൾ തീർച്ചയായിട്ടും ഉറക്കത്തെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യണം, നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഉറക്കത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുപക്ഷെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തത് നിങ്ങളുടെ ഉറക്കം ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊരു വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു ടൂളാണ്. ഇന്ന് നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്കിന്ന് സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഗാഡ്ജറ്റ്സ് അവൈലബിളാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഗാഡ്ജറ്റാണ്. ഞാൻ ഒരു ദിവസം ഉറക്കത്തിൽ എനിക്ക് എത്ര അവേക്ക് പീരീഡ് ഉണ്ടായിരുന്നു, എത്ര ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായിരുന്നു, എത്ര REM സ്ലീപ്പ് ഉണ്ടായിരുന്നു, എത്ര ലൈറ്റ് സ്ലീപ്പ് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള എനിക്ക് അറിയാൻ സാധിക്കും. ആ ഇൻഫർമേഷൻ, ആ വാല്യൂ വളരെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഉറക്കത്തിനെ മാനേജ് ചെയ്യാനും ഉറക്കത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു വീക്ക്ലി അനാലിസിസും മന്ത്ലി അനാലിസിസും വരെ എടുക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഹാർമണിയിൽ വരുന്ന പല ക്ലയൻസിനോടും ഇത്തരമൊരു ആവശ്യകത മനസ്സിലാക്കി ഇതിൻ്റെ സയൻസ് മനസ്സിലാക്കി കൊടുത്ത് പല ആൾക്കാരും ദേ കം ബാക്ക് ടു അസ് ആൻഡ് ദേ സേ ദാറ്റ് ഭയങ്കര ഡിഫറൻസ് എൻ്റെ സ്ലീപ്പിനോടുള്ള എൻ്റെ മനോഭാവത്തിൽ വന്നു, സ്ലീപ്പിൽ വന്നു, അതെൻ്റെ ഹെൽത്തിനും ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പലരും എന്നോട് പറയാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്ലീപ്പ് ഇനർഷ്യയാണ്. അതായത് രാവിലെ എണീറ്റു, പക്ഷേ രാവിലെ എണീറ്റതിന് ശേഷം ഓണാവുന്നില്ല, ആ ഉറക്കത്തിൻ്റെ തന്നെ പിടിയിൽ തന്നെയാണ്, ഒരു ഹാങ് ഓവറിലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നിങ്ങളുടെ കുഴപ്പമാവില്ല. കാരണം അതൊരു ക്രോണോടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ചില ആൾക്കാർ രാവിലെ തന്നെ ഓണാകുന്ന ഒരു ജനറ്റിക് നേച്ചറുള്ളവരും ചിലർ അങ്ങനെ ഓണാകാത്ത ജനറ്റിക് നേച്ചറുള്ള ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഒന്ന്, സമൂഹം ഈ രാവിലെ എണീക്കാത്തവരെ കുറച്ച് കുറ്റപ്പെടുത്താറുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. എത്ര സമയം കിടന്ന് ഉറങ്ങുന്നു, കൂടുതൽ മുതിർന്ന ആൾക്കാരാണല്ലോ അങ്ങനെ പറയുന്നത്. അങ്ങനെ കാണേണ്ടതില്ല. അതിനെ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്ന്, രാവിലെ ഒരു ലൈറ്റ് ലെവൽ ഓഫ് മൂവ്മെൻറ്റുകളൊന്നും ചെയ്യാമെന്നുള്ളത്, ലൈറ്റായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ കുറച്ച് ചൂട് വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം ഈ വാം വാട്ടർ ക്യാൻ റിയലി വാം അപ്പ് യു. കുറച്ച് ചൂട് വെള്ളം കുടിക്കാം. പലരും ഡിപ്പെൻഡ് ചെയ്യുന്ന ടീയും കോഫി ആയിരിക്കാം, പക്ഷേ ഈ ടീയും കോഫിയും അല്ല ആക്ച്വലി നമ്മളെ ഒന്ന് ഉണർത്തിയെടുക്കുന്നത്, അതിലെ ചൂടാണ് നമ്മളെ ഉണർത്തിയെടുക്കുന്നത്. മറ്റൊന്ന് സൂര്യപ്രകാശമാണ്. കുറച്ചൊരു ഔട്ട്ഡോർ, ഒരു 5 to 10 minutes ഓഫ് ഔട്ട്ഡോർ പെട്ടെന്ന് നമ്മളെ ആ സ്ലീപ്പ് ഇനർഷ്യയിൽ നിന്ന് മറികടക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കുറച്ചൊരു സങ്കീർണമാണ്. കിടന്നാൽ ഉടനെ ഉറങ്ങുന്നുണ്ട്, നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, പലപ്പോഴും വൈകിട്ട് എണീക്കുന്നത്, പക്ഷേ പകൽ മുഴുവൻ ഭയങ്കര ക്ഷീണം. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഒരു പക്ഷേ കുറച്ചുകൂടെ മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വന്നേക്കാം. ഒരു തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ? ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഇങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത്തരമൊരു സ്റ്റാറ്റസ് പല ആൾക്കാരും കാണാറുണ്ട്. ചില പോഷക കുറവുകൾ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒന്നാണ് നിങ്ങൾക്ക് കൂർക്കം വലിയോ അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയോ ഉണ്ടോ എന്നുള്ളതാണ്. സ്ലീപ്പ് ആപ്നിയും അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള സ്നോറിങ് ഇഷ്യൂസും ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഓക്സിജനേഷനെ ഇത് ബാധിക്കുകയും നെക്സ്റ്റ് ഡേയിൽ നമ്മളുടെ ഫ്രഷ്നെസ്സിനെയും നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയും മൂഡിനെയും ടെമ്പർമെൻറ്റിനെയും ഒക്കെ ഇത് സ്വാധീനിച്ചേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു വിദഗ്ധൻ്റെ സഹായത്തോടുകൂടി അന്വേഷിക്കേണ്ടതും അതിന് പരിഹാര മാർഗ്ഗങ്ങൾ തേടേണ്ടതുമാണ്. ഉറക്കത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം ബ്രെയിൻ ക്ലീനിങ്ങിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ക്ലീനിങ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ലിംഫാറ്റിക് സിസ്റ്റമുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെയിനിനൊരു ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേര് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിലെ നമ്മുടെ ബ്രെയിനിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത് ഗ്ലിംഫാറ്റിക് സിസ്റ്റമാണ്. ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിനെ വേണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സൂവേജ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ക്ലീനിങ് നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പിലാണ്. പകൽ സമയത്തും നമ്മുടെ ഈ ഗ്ലിംഫാറ്റിക് സിസ്റ്റം ആക്റ്റീവാണ്.
പക്ഷേ ഡീപ്പ് സ്ലീപ്പിൽ ശക്തമായി ഉണ്ടാകുന്ന ബ്രെയിൻ വേവ്സ് കാരണം ശരിക്കും ബ്രെയിനിൻ്റെ ആ ഒരു ഫിസിക്കൽ സൈസിൽ ഒരു ഷ്രിങ്കേജ് ഉണ്ടാവും. ഈ ഷ്രിങ്കേജ് നടക്കുന്ന സമയത്താണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്യൂവേജ് വർക്ക് നടക്കുന്നത്, ബ്രെയിനിൽ നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പിലാണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് ബീറ്റ അമൈലോയിഡ് പ്രോട്ടീൻ. ഈ ബീറ്റ അമൈലോയിഡ് പ്രോട്ടീൻ്റെ അളവുകൾ കൂടുന്ന സമയത്താണ്, അല്ലെങ്കിൽ അളവ് കൂടുന്നത് അൽസൈമേഴ്സ് ഡിസീസുമായിട്ട് വളരെയധികം കോറിലേഷൻ കണ്ടെത്തിയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡീപ്പ് സ്ലീപ്പ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സീവേജ് സിസ്റ്റം, ആ ഡീപ്പ് ക്ലീനിങ് സിസ്റ്റം ഒരുപക്ഷെ തകരാറിലായേക്കാം. ഇത് ഡെഫിനറ്റായിട്ടും അൽസൈമേഴ്സ് ഡിസീസ് പോലുള്ള അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾക്ക് വഴിതെളിച്ചേക്കും.